ഹായ്, ഇന്നത്തെ ഒരു വീഡിയോ ഇലക്ട്രിക് കാറിനെ കുറിച്ചാണ്. ഞാനും എടുത്തു ഒരു ഇലക്ട്രിക് കാർ, ടാറ്റയുടെ പഞ്ച് അഡ്വഞ്ചർ ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ നമ്പർ കിട്ടിയിട്ടില്ല. പഞ്ച് 430 കിലോമീറ്റർ ഓടുമെന്നാണ് പറയണത്. എനിക്ക് അത്രയും കിട്ടുന്നില്ല. എനിക്ക് ഏകദേശം ഒരു 300-250 റേഞ്ചിലൊക്കെ കിട്ടുന്നുള്ളൂ. ലോങ് റേഞ്ച് തന്നെ എടുത്തേക്കണത്. റീജിയനും എൻ്റെ രീതിയിൽ എനിക്കറിയാവുന്ന മൈലേജ് കിട്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കി ഓടിച്ചിട്ടാണ് എനിക്ക് ആ മൈലേജ് കിട്ടുന്നത്. എന്നാൽ പോലും ഇതിന് കുറച്ച് മൈനസ് ഭാഗങ്ങളുണ്ട്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞു, 7 മാസത്തോളം ആയിട്ടുണ്ട്. നമ്പർ കിട്ടിയില്ല, നമ്പറിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്പർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. എന്നാലും നിങ്ങൾ കണ്ടിട്ടുള്ള വണ്ടികളാണ്, നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ അറിയാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്കാണ്. നമ്മൾ 7 മാസത്തെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളുമാണ് ഒന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ടയറിൻ്റെ പറഞ്ഞു തുടങ്ങാം. ടയറ് ഈ സൈഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, സൈഡ് അതായത് ടയറ് ഉൾഭാഗം ചെത്തിപ്പോണ പോലെ പോകുന്നുണ്ട്. കണ്ടോ, അങ്ങനെ തേയ്മാനം വരുന്നുണ്ട്. കറക്റ്റ് കാണിച്ചു കൊടുത്തത്. ഉള്ളിൽ ഇതേപോലെയുള്ള കട്ട ഇവിടെ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം തേയ്മാനം വരുന്നുണ്ട്, ചെത്തി പോകുന്നുണ്ട്, നന്നായിട്ട് തേഞ്ഞു പോകുന്നുണ്ട്. അത് റോഡിൻ്റെ ആണോ ഞാൻ ഓടിക്കുന്നതിൻ്റെ ആണോ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആണോ എന്നുള്ളത് സെക്കൻഡ് സർവീസ് ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും സർവീസിന് കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ കാണിക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ടയർ നന്നായിട്ട് തേഞ്ഞു പോകുന്നുണ്ട്. റോഡിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ വരാൻ വഴിയില്ല. 2 വീലും, ഫ്രണ്ട് വീലും ഇങ്ങോട്ട് വന്ന്, ഫ്രണ്ട് വീല് ഈ സൈഡിലെ വീലും അതോടൊപ്പം തന്നെ തേയ്മാനമുണ്ട്. ഉണ്ടോ, ഈ ഒരു സൈഡിലും ചെത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തോ എനിക്ക് അലൈൻമെൻ്റ് ആണോ അതോ വണ്ടിയുടെ എന്തെങ്കിലും ചെയ്യേണ്ടത് പോരായ്മ, സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നറിയില്ല. 2 സൈഡും 2 വീലും ഒരേപോലെ ചെത്തിപ്പോകുന്നുണ്ട്. ഉൾ സൈഡ് മാത്രമാണ് കേട്ടോ. പിന്നെ ഇതിൽ ഓൾമോസ്റ്റ് വണ്ടിയുടെ ലുക്ക് കുഴപ്പമൊന്നുമില്ല. ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ബോഡിയൊക്കെ അത്യാവശ്യം ഒരു വണ്ടി വന്ന് തട്ടിയിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും ഇതിനൊന്നും പറ്റിയില്ല. ആ വണ്ടിക്ക് കുറച്ചധികം കൂടുതൽ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പോൾ സൈഡിൽ തട്ടിയിട്ടുള്ളതാണ്. എന്നാലും നമ്മുടെ വണ്ടീനേക്കാൾ കൂടുതൽ പരിക്കും മറ്റേ വണ്ടിക്കാണ്. അപ്പോൾ ബോഡി തീരെ മോശം അല്ല, ഇച്ചിരി ക്വാളിറ്റി ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ ലുക്ക് വൈസും കുഴപ്പമില്ല. എനിക്ക് ഈ വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്. നെക്സോണും അതുപോലെ തന്നെ ടാറ്റയുടെ പഞ്ചും ആണ് അന്ന് ഞാൻ എടുക്കുന്ന സമയത്ത്. 6 മാസം മുന്നേ അത്യാവശ്യം വണ്ടികൾ നമുക്ക് എടുക്കാനായിട്ട് അന്നേരം അത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ BYDയും മറ്റുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, അത് കിട്ടാനുണ്ടായിരുന്നില്ല. നമ്മൾ ബുക്ക് ചെയ്തിട്ട് 6 മാസം വെയിറ്റ് ചെയ്തിരിക്കണം. ആ സമയത്താണ് ടാറ്റ ഇഷ്ടംപോലെ വണ്ടികൾ, ചാള നിരത്തണ പോലെ കണ്ടമാനം വണ്ടികൾ ഉണ്ടായിരുന്നു. റെഡി സ്റ്റോക്കിലുണ്ടായിരുന്നു. ചെന്ന് ഒരാഴ്ച 1.5 ആഴ്ച കൊണ്ട് വണ്ടി നമുക്ക് ഡെലിവറി കിട്ടി. അപ്പോൾ അങ്ങനെ ഇതെടുത്തു. ഏറ്റവും ലോ കോസ്റ്റിൽ ടാറ്റയുടെ വണ്ടി തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ ഒരു ലുക്കിലും തെറ്റില്ലാത്ത രീതിയിലുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ട് ഇതിൽ. ആ ഒരു റേറ്റിൽ നമുക്ക് ഏറ്റവും കുറവ് മറ്റുള്ള വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും റേറ്റ് കുറവ് ടാറ്റയുടെ വണ്ടി തന്നെയാണ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഉള്ളിൽ കുറച്ച് നമുക്ക് പോരായ്മ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡോറൊക്കെ ഓക്കെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കയറിയിരുന്ന് കഴിയുമ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണ്. സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ഈ ഒരു ഓപ്ഷൻസും ഈ ഒരു ബീഡിങ് ഒക്കെ വന്നുകൊണ്ട് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്ത്, ഇവിടുത്തെ ഈ ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഓപ്ഷൻസ് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഉണ്ടോ, ഈ ഭാഗത്ത് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ബീഡിങ് ഇച്ചിരി പൊന്തി നിൽക്കുന്നതുകൊണ്ട്. ഇനി നമ്മൾ സീറ്റ് താത്തി വെച്ചാലും നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളൊരു മൈനസ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ട് ഇച്ചിരി പുറകിലേക്ക് ഇറക്കി ഈ വണ്ടിയുടെ ഹോൺ അടിക്കുക. അപ്പോൾ വണ്ടി നമ്മൾ ഓണാക്കി ഓക്കെ. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങോട്ട് നീങ്ങുന്നത് ഇപ്പം നമ്മൾ പെട്ടെന്ന് റോഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഹോണൊക്കെ എമർജൻസി സിറ്റുവേഷനിലാണല്ലോ, ഇല്ലെങ്കിൽ മെയിനായിട്ട് എപ്പോഴും അടിക്കേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ഹോൺ അടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കൈ എടുത്ത് ഇങ്ങനെ അമർത്തണം.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്കും വണ്ടി ഇടിക്കാനായാലും വണ്ടി വരാനുള്ളതൊക്കെയാണെങ്കിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഹോണിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഓൾമോസ്റ്റ് ഉള്ളിലായാലും ഓവർ ഇൻറ്റീരിയലായി ഓവർ ഓപ്ഷൻസ് ഒന്നുമില്ല. എന്നാൽ പോലും മ്യൂസിക്കിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണ്, പിന്നെ എന്നിട്ടാ സാധാരണ വണ്ടികളിലുള്ള പോലെ തന്നെ എയർ ബാഗ് വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ ഓപ്ഷൻസും, ചെറിയൊരു LCDയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 13,276 കിലോമീറ്റർ ഞാൻ ഓടിച്ചു ഈ 7 മാസം കൊണ്ട്. 13,276 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. മൈലേജ് 430 കിട്ടുന്നില്ല, എന്നാൽ പോലും ഓൾമോസ്റ്റ് ഒരു 250 to 300 കിലോമീറ്റർ എനിക്ക് കിട്ടുന്നുണ്ട്. അത്ര കിട്ടുള്ളൂ, അത്രയും പ്രതീക്ഷിച്ചാൽ മതി, അതിൽ കൂടുതൽ കിട്ടില്ല. പിന്നെന്താ ഇവിടുത്തെ ഓപ്ഷൻസൊക്കെ ഇതൊക്കെ സാധാരണ രീതിയിൽ ടച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാലും ഇതിലൊന്നും പ്രശ്നങ്ങളില്ല, പക്ക വർക്കിംഗ് തന്നെയാണ്. പിന്നെ സ്ക്രീൻ, ഈ നമ്മുടെ ഡിസ്പ്ലേ ഇടയ്ക്ക് തോന്നിയ പോലെ വർക്ക് ചെയ്യും. തോന്നിയ പോലെ വെച്ച് കഴിഞ്ഞാൽ ബഗ് പോലെ ഒരു മിസ്സിങ്. അപ്പം നമ്മളൊന്ന് ഓഫ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. അതിടയ്ക്ക് നമ്മൾ റിവേഴ്സൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട് പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ സ്ക്രീനിൽ റിവേഴ്സ് ക്യാമറ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ കുറച്ച് മൈനസ് പോയിന്റുകളൊക്കെ ഇതിലുണ്ട്, ഡ്രോബാക്കുകളുണ്ട്. എന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും ചെറിയ ചെറിയ ഇഷ്യൂസുകൾ. സ്റ്റീറിംഗ് സൈഡാണ്. സ്റ്റീറിംഗ് സൈഡിൽ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സെറ്റിങ്സിൻ്റെ സ്വിച്ചുകളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ലോഗോ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മ്യൂസിക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വോളിയം, അതുപോലെ തന്നെ ചാനൽ മാറ്റുക, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക, കോൾ എടുക്കാനും പിടിക്കാനൊക്കെ അങ്ങനെയൊക്കെയായിട്ട്. പിന്നെ ഡിസ്പ്ലേ സൈഡ് ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ബാറ്ററി ലെവൽ കാണിക്കുന്നത്, ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ റീജൻ നമുക്ക് ശരിക്കും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ 2ലേക്ക് മാറി, 3ലേക്ക് മാറി, അങ്ങനെ 3 സ്റ്റേജ് റീജൻ ഉണ്ട്. അത് പഞ്ച്, അഡ്വഞ്ചർ മോഡൽ അതിൽ തൊട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്, റീജൻ പ്ലസിൻ്റെ സ്വിച്ച്. അതോടൊപ്പം തന്നെ റീജൻ മൈനസിൻ്റെ സ്വിച്ച്. പൊടികളുണ്ട്, വണ്ടി സർവീസിന് കൊടുക്കാറായിട്ടുണ്ട്, നിറച്ച് പൊടികളാണ്. അപ്പോൾ റീജൻ മൈനസ് ഇതാണ്. അതുപോലെ തന്നെ റീജൻ പ്ലസ്. റീജൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ഇറക്കമൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഈ റീജൻ മാക്സിമം 3-ലിടുക. മൂന്നാമത്തെ സ്റ്റേജിലിട്ട് കഴിഞ്ഞാൽ മാക്സിമം ബാറ്ററിയിലേക്ക് ചാർജ് കയറിക്കോളും. അതാണ് റീജൻ ഉദ്ദേശിക്കുന്ന ലെവല്, റീജൻ്റെ ലെവല്. ബാറ്ററിയിലേക്ക് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന അത്രയും ചാർജ് കയറില്ല കേട്ടോ, എന്നാൽ പോലും ഒരു അതിൻ്റെ പകുതിയോളം കിട്ടും റീജൻ. ശരിക്കും നമ്മൾ നല്ലൊരു കയറ്റൊക്കെ കയറിയിട്ട് ഇറങ്ങണ സമയത്താണ് അതിൻ്റെ ആ റീജൻ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ബ്രേക്ക് ചവിട്ടി പോകുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഫീല്. അതുപോലെ തന്നെ നല്ല സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ റീജൻ ലെവൽ 3-ലിടുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഒരു ഗിയറിൽ പോകുന്ന, ഒരു സെക്കൻഡ് ഗിയറിൽ പോകുന്ന ഒരു പിടുത്തം വരും. അപ്പോൾ പരമാവധി നമുക്ക് റീജൻ ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടാണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ തൃശ്ശൂരൊക്കെ പോകുന്നത് എനിക്ക് 15 കിലോമീറ്റർ ഉണ്ട്. 15 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരാൻ 10% ചാർജ് മതി. എനിക്ക് നൈറ്റ് മടക്കം വരുന്നു. രാവിലെ 8:30 പോയിട്ട് രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ ലൈറ്റ് ഇട്ട് വരുമ്പോൾ എനിക്ക് 10% ചാർജ് പോകണുള്ളൂ ഏകദേശം. അത് റീജൻ ഇട്ട് തന്നെയാണ്. ബ്രേക്ക് ഞാൻ ചവിട്ടാണ്ട് തന്നെ പോണത്, കൂടുതലും ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യം തന്നെയില്ല, റീജൻ ഇട്ടുകൊണ്ട് ആ രീതിയിലാണ് പോണത്. പിന്നെ സെൻസറൊക്കെ എല്ലാം പക്ക തന്നെയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ വാണിങ് ലൈറ്റുകളും സൗണ്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ ചാർജിങ് ലെവല്, ഇതതിൻ്റെ ചാർജിങ് എത്ര ശതമാനം ഉണ്ടെന്നുള്ളതാണ്. ഇനി എത്ര ഓടും എന്നുള്ളത് അറിയാനായിട്ടുള്ളതാണ്. 318 കിലോമീറ്റർ ഇപ്പോൾ ഓടും. അത് നോർമൽ മോഡിലിട്ടാണ്. ഇനി നമ്മളത് മോഡ് മാറ്റണ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിൽ 3 മോഡാണുള്ളത്. ഒന്ന് സ്പോർട്സ് മോഡ്, ഒന്ന് നോർമൽ മോഡ്, ഒന്ന് എക്കോ മോഡ്. അങ്ങനെ ഈ 3 മോഡ് ഇടുന്നതനുസരിച്ച് ഇപ്പം നമ്മൾക്ക് ഇത് വണ്ടി ഓണായ വഴി വരുന്ന മോഡ് നോർമൽ മോഡിലായിരിക്കും. അതിനെന്ത് പേരിൽ അറിയപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. നോർമൽ മോഡാണ് കിടക്കുന്നത്. ഇതിനൊരു ലോഗോ ഇവിടെ മാറ്റം വരും. ഇനി ഞാനത് മോഡ് മാറ്റുകയാണ്. അപ്പോൾ ഒരു ഇലയുടെ എംബ്ലം കാണിച്ചു. അത് എക്കോ, അതായത് അതിലിടുമ്പോൾ മൈലേജ് 329 കിലോമീറ്ററായി നമുക്ക് മൈലേജ് വരുന്നത്.
അപ്പം മോഡ് മാറുന്നതനുസരിച്ച് മൈലേജിൽ മാറ്റം വരും. ഇതാ ഇനി ഞാനത് റിലീസ് ചെയ്യാണ്, എക്കോ മോഡ് റിലീസ് ചെയ്യാണ്. ഞാൻ ഇട്ട പേരട്ടോ, എനിക്കറിയില്ല എന്താ അതിൻ്റെ മോഡിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അപ്പോൾ 318 കിലോമീറ്റർ ആയി. ഇനി സ്പോർട്സ് മോഡിലേക്ക് ഞാൻ മാറ്റാണ്. സ്പോർട്സ് മോഡിലേക്ക് ഇട്ടപ്പോൾ സ്പോർട്സിൻ്റെ ഒരു റെഡിൽ കാണിച്ചു. ഭയങ്കര പവറാണ്. ഞാൻ സ്പോർട്സ് മോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്യൂൽ വണ്ടീനേക്കാളും നല്ല പവറിൽ കയറിപ്പോവും. അതൊരു വേറെ ഫീലാണ്. നമ്മളെ ബോളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് വലിച്ചെറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീലിൽ പോവുക. അത് ഇലക്ട്രിക് വണ്ടി എല്ലാം അങ്ങനെ തന്നെയാണ്. നല്ലൊരു ഫീലാണ് സ്പോർട്സ് മോഡൊക്കെ ഇടുമ്പോൾ. സ്പോർട്സ് മോഡ് വേണ്ട, നമുക്ക് നോർമൽ മോഡ് തന്നെ മതി. അതിൽ തന്നെ 302 കിലോമീറ്റർ ആണ് അപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്കിത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മോഡ് മാറും അങ്ങനെ. പിന്നെ ഇവിടെ സ്റ്റിയറിങ്, പാർക്കിങ് തിരിക്കുകയാണ്. റൈറ്റിലേക്ക് തിരിച്ചു, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. അതിവിടെ ഡി ആണെങ്കിൽ ഡ്രൈവ് മോഡ്, ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ മോഡ്, റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ് മോഡ്, പാർക്കിംഗ് ആണെങ്കിൽ പാർക്കിംഗ് മോഡ്. പാർക്കിങ്ങിൽ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആവും നമുക്ക്. പിന്നെ പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. ഗ്രീനിൽ നിൽക്കുകയാണെങ്കിൽ ഇഗ്നേഷൻ ഗ്രീൻ ആണെങ്കിൽ സ്റ്റാർട്ടാണ്. യെല്ലോ ആണെങ്കിൽ വാണിങ്ങിൽ നിൽക്കുകയാണ്. ഒന്നോടെ അമർത്തി കഴിഞ്ഞാൽ ഇതാവും. അത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആള് റെഡിയിൽ വരും. പെട്ടെന്ന് തന്നെ പവറെല്ലാം റെഡിയിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ നമ്മുടെ ചില സമയത്ത് ബഗ് വരാറുണ്ട്. അപ്പോൾ ഒന്നോടെ പവർ സ്വിച്ചിൽ തന്നെ ഒന്നോടെ നിൽക്കിയാൽ മതി. വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് നമ്മൾ ബ്രേക്ക് ചവിട്ടാണ്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിള്ളേരൊക്കെ വന്നിട്ട് ടച്ചിലൊക്കെ അമർത്തിയാലും ഈ ടച്ചുകൾ AC-യുടെ സ്വിച്ചുകളെല്ലാം വർക്ക് ചെയ്യും. പക്ഷേ ഈ ഗിയറിൻ്റെ മോഡുകൾ വർക്ക് ചെയ്യില്ല. കാരണം അത് ബ്രേക്കിലേക്ക് കാല് വന്നാൽ മാത്രമേ വർക്കാവുള്ളൂ. നമ്മളിടുകയാണെങ്കിലും ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഇത് ഓട്ടോ ഹോൾഡ്. നമുക്ക് ഓട്ടോ ഹോൾഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഒരു തവണ ടൗണിലേക്ക് ആണെങ്കിൽ നല്ല യൂസ് വരുന്നുണ്ട്. കയറ്റത്താണെങ്കിലും നമുക്ക് നല്ല യൂസ് വരുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ തന്നെ ബ്രേക്കായിട്ട് നിൽക്കും. പിന്നെ ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമേ പോവുള്ളൂ. അതേത് ഗിയർ ഫ്രണ്ടിലേക്കാണെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകും, റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സിലേക്ക് തന്നെ പോകും. ആ രീതിയിൽ തന്നെ ബ്രേക്കിംഗ് ആയിരിക്കും. നമ്മളെപ്പോഴും ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കണ്ട, അങ്ങനെയുള്ളത്. പിന്നെ ഇത് പാർക്ക്. നമുക്ക് ഹാൻഡ് ബ്രേക്ക്, നമ്മുടെ പെട്ടെന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് ഇതാണ് സ്വിച്ച്. ഇതിന് ഇവിടേക്ക് ഇങ്ങനെ ഒരു കുഴി കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഫ്യൂൽ വണ്ടിയുടെ പോലെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇടാനില്ല. ഹാൻഡ് ബ്രേക്ക് സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഒരാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എമർജൻസി സിറ്റുവേഷനിൽ ഹാൻഡ് ബ്രേക്ക് ഇടണമെങ്കിൽ ഈ കുഴി ഇങ്ങനെ ഒരു തിണ്ടുണ്ട്, ഇവിടെ ഒരു കുഴി ഗ്രൂവുണ്ട്, അതിലേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചോണം. ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആവില്ല. ഒരു ഫീൽ ഉണ്ടാവില്ല, വെറുതെ വരാത്ത രീതിയിൽ, ഫംഗ്ഷൻ വർക്ക് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചോണം. എത്ര നേരമാണ് നമുക്ക് വേണ്ട അത്രയും നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചോണം. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറെന്താ, ഇത് കീ സ്ലോട്ടാണ്. നമുക്ക് കീ നമ്മുടെ പോക്കറ്റിലോ ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് വെക്കണം, എങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ, പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു പെൻ ഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻസ് USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ വേണമെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ ഇതുവഴിയേ പറ്റുള്ളൂ. പിന്നെ കംപ്രസർ വർക്ക് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ എയർ കംപ്രസർ, വണ്ടിയുടെ എയർ അടിക്കുന്ന കംപ്രസർ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യണം. DC 12 വോൾട്ടാണ്. ഇനി വേറെ DC ചാർജർ യൂസ് ചെയ്യണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് മൊബൈലോ പേഴ്സോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ ഒരു ഹോൾഡർ, ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. AC-യുടെ സ്വിച്ചാണിത്. ഈ 3 ഈ ഒരു സെക്ഷൻ മൊത്തം AC-യുടെ ആണ്. അപ്പ് ആൻഡ് ഡൗൺ, അതോടൊപ്പം തന്നെ ഓട്ടോ, മാനുവൽ മോഡ്, അങ്ങനെയുള്ളത്. പിന്നെ ഡോർ ലോക്ക് ചെയ്യാനുള്ളത്, ഡിക്കി തുറക്കാനുള്ളത്, ഹസാർഡ് ലൈറ്റ്. പിന്നെ എന്താ, ഇത് വിൻഡോയിലേക്ക്, മഴക്കാലത്ത് നമുക്ക് വിൻഡോയിലേക്ക് എയർ പോകണമെങ്കിൽ അങ്ങനെ, ഉള്ളിലെ എയർ എടുത്ത് തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ്. അതുപോലെ തന്നെ നമുക്ക് AC-യുടെ കൂളിങ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഓഫ് ചെയ്താൽ മാത്രമേ ഈ ഫ്രണ്ടിലെ നമുക്ക് ബോണറ്റിൻ്റെ അടിയിലുള്ള ഫ്രണ്ട് കറക്റ്റ് സെൻറ്ററിൽ ടാറ്റയുടെ ലോഗോൻ്റെ താഴെ ഒരു ഗണ്ണ് കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരും ഇത് തൊട്ട് കഴിഞ്ഞാൽ. അതും നമ്മൾ വണ്ടി ഓഫ് ചെയ്താൽ മാത്രമേ ആ ഓപ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ, അതുപോലെ തന്നെ ഇത് നമുക്ക്, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, കയറ്റത്തും ഇറക്കത്തും വണ്ടി
1 ഇഞ്ച് പോലും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകാത്ത രീതിയിലേക്ക് ഓപ്ഷൻസ്. ഇതിപ്പോൾ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ഫ്രണ്ട് ഗിയറിലാണ് ഇട്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഇറങ്ങില്ല. ഇനി ഇറക്കത്താണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് റിവേഴ്സ് ഗിയറിൽ ഇട്ടാലും ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഏത് ഗിയറാണോ ആ ഗിയറിൽ വെച്ചിട്ട് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. നമ്മൾ ആക്സിഡൻറ്റ് ചവിട്ടണ്ട. നമുക്ക് എങ്ങോട്ടാണ് ആ വണ്ടി മൂവ് ചെയ്യേണ്ടത് അത് റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ്, ഫോർവേഡ് ആണെങ്കിൽ ഫോർവേഡ്, ഏത് സൈഡിലേക്കാണെങ്കിലും പക്ക കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യും. അത് നല്ലൊരു ഓപ്ഷൻസാണ്. കൂടുതലും ഈ ഓപ്ഷൻസൊക്കെ ലേഡീസിനും അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികളുടെ ശരിക്കുള്ള യൂസേജ് ലേഡീസിനാണ്. ഒരു ടെൻഷൻ ഇല്ലാണ്ട് എതിലെ വേണേലും എപ്പോൾ വേണേലും കൊണ്ടെടുക്കാം. നല്ലൊരു യൂസ്ഫുള്ളാണ് ഇലക്ട്രിക് വണ്ടികൾ. പിന്നെ ലാഭം എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും ലാഭം തന്നെയാണ്. ഒന്നുമില്ല എടുത്ത് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. പിന്നെ കുറേ എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു എയർ ബാഗ് ഉണ്ട്, ഇവിടെ എയർ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സൈഡൊക്കെ കാണിച്ചിട്ടുണ്ട്. ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെന്നുള്ള ഒരു ഇതാണ് അവർ എയർ ബാഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. എനിക്ക് വണ്ടി ഹാപ്പിയാണ്. ഓൾമോസ്റ്റ് വലിയ തെറ്റില്ല. എവിടെയും റോട്ടിൽ കിടക്കേണ്ട വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ രീതിയിലേക്ക് എവിടേക്ക് പോയാലും അത്യാവശ്യം ലോങ് റേഞ്ച് ഞാൻ ഇത് ബാറ്ററി തീർത്തിട്ടുണ്ട്. 10% വരെ ഞാൻ ആക്കിയിട്ടുണ്ട്. 10% ആകുമ്പോഴത്തേക്കും AC ഒക്കെ ഓഫ് ആവും. പിന്നെ എങ്ങനെയെങ്കിലും പമ്പിലേക്കോ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനിലേക്ക് എത്താവുന്ന ഒരു രീതിയിലുള്ള വാണിംഗ് ആയിട്ട് പേടിപ്പിച്ചിട്ട് ഓടിക്കുന്ന ഒരു ഫീലായിരിക്കും. അതായത് പേടിയോട് കൂടി ഓടിക്കാന്ന് പറയും. അങ്ങനത്തെ ഒരു ഇതാണ്. എന്നാലും കുഴപ്പമില്ല. റോട്ടിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലെത്താൻ പറ്റിയിട്ടുണ്ട്. കാറിൻ്റെ കീ ഇതാണ്. ഈ റിമോട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ കടയുടെ താക്കോലാണ്. വലിപ്പം കൂടുതൽ കീക്ക് വന്നേക്കുന്നതാണ്. ഇതിൽ ഈ റിമോട്ട് മാത്രമേ ഉള്ളൂ. ലോക്ക് തുറക്കാം, ലോക്ക് ചെയ്യാം, ലൈറ്റ് നമുക്കിടാം. അതുപോലെ തന്നെ ഡിക്കി. ഡിക്കിയുടെ കേസ് പറഞ്ഞപ്പോഴാണ്. ഡിക്കി ഒരു മൈനസ് പോയിൻ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയാം. ഡിക്കിയുടെ അവിടേക്ക് പോവാം. കീ വയ്ക്കുന്ന സ്പേസ് ഇതാണ്. നമ്മൾ കീയിൽ ഇതിൽ തന്നെ തുറക്കാം. നമ്മളിപ്പോൾ ഡിക്കി തുറന്നു. ഡിക്കിയുടെ സ്വിച്ച്, അതോടൊപ്പം തന്നെ വണ്ടി ഓഫ് ചെയ്യാം. ഡിക്കി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ദേഷ്യം, നമ്മുടെ കലിയൊക്കെ എടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ വർക്കിന് പോകുമ്പോൾ ടൂൾസുകളൊക്കെ സോളാറിൻ്റെ വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഡ്രില്ലും മീറ്ററും അങ്ങനത്തെ പണിയോടനുബന്ധിച്ചുള്ള സാധനങ്ങളാണ്. ഡിക്കിയിൽ സ്പേസ് ഇത്ര വരുന്നുള്ളൂ. അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് അങ്ങോട്ട് മടക്കിയിടാം. സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നല്ല രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഡിക്കി ഇത് അടയ്ക്കണമെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി പ്രഷറിൽ വിട്ടാലും ഡിക്കി അടയില്ല. ഡിക്കി നമുക്കിവിടെ ഗ്യാപ്പ് കാണിക്കും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കുള്ള ആരോഗ്യം മുഴുവൻ എടുത്തിട്ട് ദേഷ്യം കാണിക്കണം, വലിച്ചടയ്ക്കണം. അങ്ങനെ വലിച്ചടച്ചാൽ ഡിക്കി അടയും, അല്ലെങ്കിൽ അടയില്ല. ഡിക്കി വൻ പരാജയമാണ്. നമുക്ക് നല്ല പ്രഷറിൽ കൊടുക്കണം, അല്ലെങ്കിൽ അടയില്ല. പിന്നെ വണ്ടിയുടെ ലുക്ക് വൈസ് ഇതാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് ലുക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഏറ്റവും ഒടുക്കം ഒരു വീഡിയോ നമ്മുടെ ഫീഡ്ബാക്കായിട്ട് ഇട്ടേക്കണതാണ്. എന്നാലും വണ്ടിയുടെ ഒരു ഇത് കാണിച്ചു തരുന്നു. ഇതാണ് റെഡ് കളറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ റെഡ് കളർ എടുത്തു. കിട്ടിയ കളറുമായിട്ട് നമ്മൾ ഓടിച്ച് ഹാപ്പി ആയിട്ട് പോണു.